പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ ഇപ്രകാരം പറയുന്നു: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അതായത് നമ്മൾ മുൻപേ ഈ ലോകത്തിന്റെ അധിപതിക്കും അനുസരണക്കേടിന്റെ ആത്മാവ്, അതായത് അനുസരണക്കേടുള്ള മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും ഒക്കെ നമ്മൾ അനുസരിച്ച് നടക്കുകയായിരുന്നു. അതിന് അടിമകളായിരുന്നു, അതിക്രമങ്ങളും പാപങ്ങളും ഒക്കെ ചെയ്ത്. പക്ഷേ നമ്മളെ അതിൽ നിന്നൊക്കെയും പിതാവ് തൻ്റെ സ്വന്തം പുത്രൻ മുഖാന്തരം നമ്മളെ ആ അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു: അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം ഈ ജഡത്തിനെ അനുസരിച്ച്, നമ്മുടെ ശരീരത്തിലെ ഈ ജഡമുണ്ടല്ലോ, ജഡം എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണമെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ജഡം. നമ്മൾ അത് ആത്മാവിനാൽ ചിന്തിക്കുമ്പോൾ ആ ജഡം ആത്മാവിൻ്റെ പ്രവർത്തികൾ ചെയ്യും. പിശാചിനാൽ ചിന്തിക്കപ്പെടുകയാണെങ്കിൽ ആ ജഡം പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്യും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ജഡമോഹങ്ങളിൽ നിന്നും, മോഹിക്കരുത് എന്നൊരു കൽപ്പന നമുക്ക് പിതാവായ ദൈവത്തിൽ നിന്നുണ്ട്. ആ ജഡത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് അത് തീർച്ചയായും അപ്പോൾ അത് ദുരാത്മാവ് നയിക്കുന്നതാണ്. ആ മോഹങ്ങളിൽ നിന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. പക്ഷെ അതിൻ്റെ 4-ാം വാക്യത്തിൽ മുതൽ ഇപ്രകാരം പറയുന്നു: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞതുപോലെ തന്നെ പിതാവായ ദൈവം പുത്രനിലൂടെ കൃപയാൽ നമ്മളെ ഓരോരുത്തരെയും ജീവിപ്പിച്ച് നമ്മളെ രക്ഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അതിൽ ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൽപ്പനയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.